ബറാത്താണ് വരുന്നത്. ബറാത്ത് വളരെ ഭക്തി പുരസ്സരം. 3 യാസീന് അസ്റിന്റെ മഗ്രിബിന്റെ ഇടയിൽ ഓതുക, ഇശാന്റെ മഗ്രിബിന്റെ ഇടയിൽ 3 യാസീൻ ഓതുക. ഇതൊക്കെ പണ്ട് പൂർവികർ ശീലിപ്പിച്ച. എന്റെ കുട്ടിക്കാലം തൊട്ട് ഞാൻ ഈ 6 യാസീൻ ഓതാത്ത ഒരൊറ്റ കൊല്ലും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അത് ഉമ്മ ഉപ്പ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ദീർഘായുസിന് വേണ്ടി ഒരു യാസീന്, മറ്റൊന്ന് എല്ലാവരുടെയും ഭക്ഷത്തിൽ വിശാലതയ്ക്ക് വേണ്ടി ഒരു യാസീന്, മറ്റൊന്ന് എല്ലാവരുടെയും ആഫത്ത് മുസീബത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടി സൂറത്ത് ദുഖാന്. എല്ലാവരും ആ നോമ്പ് നോൽക്കുക. അങ്ങനെ റമളാനാണ് അടുത്ത് വരാനിരിക്കുന്നത്. 10, 16, 17 ദിവസങ്ങളാണ് നോമ്പ് ഖളാ ആയ മുഴുവൻ ആളുകളും നോമ്പ് ഖളാ വീട്ടി തീർക്കുക. ഇല്ല എങ്കിൽ ഒരു കൊല്ലവും കൂടി കഴിഞ്ഞാൽ ഒരു നോമ്പിന് 800 മില്ലി അരി നിങ്ങൾക്ക് നിർബന്ധമാകും. അങ്ങനെ കൊല്ലങ്ങളാകുമ്പോൾ അത് ലോഡ് കണക്കിന് അരികൾ മഅദിലേക്ക് എത്രയോ ആളുകൾ അത് പറഞ്ഞ അരികൾ കൊടുത്തേക്കാറുണ്ട്. ഇത് കഫാറത്തിന്റെ മുദ്ദാണ്, അതാർക്കെങ്കിലും ധർമ്മം ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടി നോക്കിയാൽ അപ്പൊ ഖളായ നോമ്പുള്ളവരെല്ലാം ഖളാ വീട്ടണം. അതിലുപരി ഹക്കടപാടുകളെല്ലാം തീർക്കണം, മാന്യമായി ജീവിക്കണം. വളരെ വേദനയോടുകൂടെ ഇതിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന മനക്കൽ ബാപ്പു ഹാജി മറക്കാൻ കഴിയില്ല. അർഹമുർ റഹീമായ അല്ലാഹ് അദ്ദേഹത്തിന്